ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു. മേഘാനി നഗറിന് സമീപം പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിലാണ് ആ വിമാനം തകർന്നു വീണത്. വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയിലായിരുന്നു സംഭവം നടന്നത്. ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നതായാണ് വിവരം. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകമായിരുന്നു അപകടം നടന്നത്. വിമാനം മതിലിൽ ഇടിച്ചതായാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെയുള്ള ഒരു വലിയ മരവും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൂർണ്ണമായും നിറച്ച അവസ്ഥയിലായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. യാത്രക്കാരുടെ വിവരങ്ങളെല്ലാം തേടിയതായാണ് ലഭിക്കുന്ന വിവരം. അഹമ്മദാബാദ് വിമാനത്താവളം താൽക്കാലികമായി അടക്കുകയും ചെയ്തു. അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റവരെ മാറ്റുകയാണ്. ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നിർദ്ദേശം നൽകി. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ കറുത്ത പുക ഉയരുന്നത് കാണാം. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പരിശോധിക്കുകയാണെന്ന് എയർ ഇന്ത്യ എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട്. യന്ത്ര തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം. DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അട്ടിമറി സാധ്യതയും പരിശോധിക്കും. അപകടത്തെ തുടർന്ന് അഹമ്മദാബാദിൽ നിന്നുള്ള 5 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. അഹമ്മദാബാദ് ഡൽഹി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 82,000 മണിക്കൂറിൽ കൂടുതൽ വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റാണ് അപകടത്തിൽപ്പെട്ട വിമാനം നിയന്ത്രിച്ചിരുന്നത്. 2 പൈലറ്റുമാരും ഏറെ പരിചയസമ്പത്തുള്ളവരുമാണ്. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ പൈലറ്റ് അപകട സൂചന നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് വിമാനം താഴേക്ക് വീണത്. 25 പേരെ മാത്രമാണ് ആദ്യം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. മറ്റുള്ള യാത്രക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. പ്രധാന ഭാഗങ്ങളിലെ തീ ഇപ്പോൾ അണച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിമാനത്തിന്റെ വാൽ ഭാഗം ഒഴികെയുള്ള ഭാഗങ്ങൾ കത്തിപ്പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര വ്യോമയാന മന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ദുരന്തത്തിൽ 30 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 50-ലേറെ ബ്രിട്ടീഷ് പൗരന്മാരും ഉണ്ടെന്നാണ് വിവരം.